നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടു മന്ത്രിമാർ ബി.ജെ.പിയെ പേടിച്ച് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നേമത്തും ആറന്മുളയിലും കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ, വി ശിവൻകുട്ടിയെയും വീണ ജോർജിനെയും കുമ്മനം രാജശേഖരനെയുമാണ് വെള്ളം കുടിപ്പിക്കുന്നത്. പാലക്കാട്, മഞ്ചേശ്വരം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ വൻ പ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. സാധ്യതയുള്ള മണ്ഡലങ്ങൾ പിടിക്കാൻ എന്തുവില കൊടുത്തും പരിശ്രമങ്ങൾ തുടരണമെന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നൽകിയ നിർദ്ദേശം. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന വാചകവുമായി മൂന്നാം തവണയും മുന്നണിയുടെ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനത്തിലാണ് LDF പ്രവർത്തകർ നടത്തുന്നത്. 100-ലേറെ സീറ്റുകൾ നേടി ഒരു ദശാബ്ദത്തിന് ശേഷം ഭരണത്തിൽ വരുന്നതിനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. മതിയായി, മാറ്റം തുടങ്ങാം എന്ന വാചകം മുന്നോട്ട് വെച്ച സംസ്ഥാന നിയമസഭയിൽ സാന്നിധ്യമാകാൻ ശ്രമിച്ചതിലാണ് ബി.ജെ.പിയും NDAയും. ഇതിനിടെ പാർട്ടികളും മുന്നണികളും മാറി സ്ഥാനാർത്ഥികളാകുന്നവരുടെ വിസ്മയവും ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപായി സംസ്ഥാനത്ത് തകൃതിയിൽ നടക്കുന്നുണ്ട്. കേവലം 15 ദിവസം മാത്രമാണ് കേരളം ഇനി പോളിംഗ് സ്റ്റേഷനിലെത്താൻ അവശേഷിക്കുന്നത്. ബി.ജെ.പിയുടെ A+ മണ്ഡലവും അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനവിധി തേടുന്നതുമാണ് തിരുവനന്തപുരം നഗരത്തിലുള്ള നേമം മണ്ഡലം. ഗ്രാസ് റൂട്ട് ലെവലിൽ RSS പ്രവർത്തനമുള്ള മണ്ഡലമാണ് നേമം. മോദി പ്രഭാവം ഉണ്ടാകും മുൻപ് തന്നെ ബി.ജെ.പിക്ക് വേരോട്ടം ലഭിച്ച മണ്ഡലമാണ് ഇവിടം. അന്നുവരെ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്ന നേമത്ത് മണ്ഡല പുനർനിർമ്മാണത്തോടെയാണ് ബി.ജെ.പിക്ക് ശക്തി വർദ്ധിച്ചത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഏത് തെരഞ്ഞെടുപ്പിലും UDF 3-ാം സ്ഥാനത്താണ്. അവസാനമായി UDF-നായി ഇവിടെ വിജയിച്ച N ശക്തൻ ഇത്തവണ തൊട്ടടുത്തുള്ള കാട്ടകട മണ്ഡലത്തിലാണ് ജനവിധി തേടുന്നത്. 80% ഹിന്ദു വോട്ടുകളും 30,000-ലധികം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളും ചേർന്ന മണ്ഡലമാണ് നേമം. 2011 മുതൽ 2021 വരെ 2 തെരഞ്ഞെടുപ്പിലും UDF ഘടകകക്ഷികളായ JDU-വിനും സോഷ്യലിസ്റ്റ് ജനതാദളിനുമാണ് ഇവിടെ സീറ്റ് നൽകിയത്. 2011 മുതൽ ഇന്നുവരെ 2 തവണ ഇടതുപക്ഷത്തെയും ഒരിക്കൽ ബി.ജെ.പിയെയും നിയമസഭയിലേക്ക് നേമം എത്തിച്ചു. 2011 മുതൽ ഇടതുപക്ഷത്തിനായി നേമത്ത് മത്സരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയാണ്. ഇടതുപക്ഷം വിജയിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം പുലർത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് അദ്ദേഹം കുട്ടികളുടെ മന്ത്രി അപ്പൂപ്പനായിരുന്നു. മണ്ഡലത്തിൽ 23 സർക്കാർ സ്കൂളുകളുള്ളതിലും 17 മികവുറ്റതായതും നഗരത്തിലെ മുടവൻമുകൾ പാലം അടക്കം പണിതതും ഉയർത്തിക്കാട്ടി തന്റെ ആത്മവിശ്വാസം മന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ട്. ആദ്യം മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ശിവൻകുട്ടി പിന്നീട് മത്സരത്തിനിറങ്ങുകയായിരുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമയത്ത് നേമത്ത് LDF-ന് 400 വോട്ടിന്റെ മുന്നേറ്റം ഉണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ 39,049 വോട്ടിന് തോൽപ്പിച്ച് ശിവൻകുട്ടി നിയമസഭയിലെത്തി. പിന്നീട് മന്ത്രിയുമായി അന്ന് അവസാന നിമിഷം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് UDF സ്ഥാനാർത്ഥിയായെത്തിയ K മുരളീധരൻ നിർണായകമായി. ഇത്തവണ അരുവിക്കര മുൻ MLA-യുമായി നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ KS ശബരിനാഥനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അന്തരിച്ച G കാർത്തികേയന്റെ മകനായ ശബരിനാഥനെ നേമത്ത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമേയില്ല. മണ്ഡലത്തിൽ നഷ്ടമായ പ്രതാപം തിരികെ പിടിച്ച് വിജയിച്ചു കയറാം എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ആത്മവിശ്വാസത്തിന് ശക്തിയേകാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ സംസ്ഥാനത്തെ CPM BJP ഡീൽ വിവാദത്തിലെ പ്രധാന കേന്ദ്രം തന്നെയാണ് നേമം. 10 മണ്ഡലങ്ങളിൽ CPM-നെ ജയിപ്പിക്കാൻ CPM BJP ഡീൽ ഉണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം ആരോപിച്ചത്. റാന്നിയും കോന്നിയും അടക്കം വിവിധ മണ്ഡലങ്ങളിലും ഡീലുണ്ട് എന്ന് അദ്ദേഹം ഇന്നും ആരോപിച്ചു. ഈ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ BJP അധ്യക്ഷൻ ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ 22,000-ലധികം വോട്ടുകളുടെ ലീഡും പോൾ ചെയ്തതിൽ 45% അദ്ദേഹം നേടി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് 3-1 കുറഞ്ഞെങ്കിലും ലീഡ് ഇപ്പോഴും BJP-ക്കാണ്. ഈ കരുത്ത് ചോർന്നില്ല എന്ന് അദ്ദേഹത്തിന് തെളിയിച്ചേ മതിയാകൂ. ശക്തി BJP-ക്കെങ്കിലും സ്ഥാനാർത്ഥി കരുത്തുകൊണ്ട് പ്രവചനാതീതം തന്നെയാണ് ഇത്തവണ നേമത്തെ മത്സരം. രാജീവിന്റെ വിജയം BJP-യെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. സംസ്ഥാന പ്രസിഡന്റ് ജയിച്ചില്ലെങ്കിൽ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരുടെ ഈ അവസ്ഥയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കൂപ്പുകുത്തും. അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തെന്നും ഇരിക്കും. അതിനാൽ ആളെ ഇറക്കി തന്നെ ജയിച്ചേ മതിയാകൂ എന്ന നിലയിലാണ് രാജീവിന്റെ നീക്കങ്ങൾ. ശബരിനാഥൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖറോ ശിവൻകുട്ടിയോ ഒരു ഭീഷണിയും ഫലത്തിൽ നേരിടുന്നില്ല. ശിവൻകുട്ടി മന്ത്രി എന്ന നിലയിൽ തന്റെ നേട്ടങ്ങൾക്ക് വലിയ പ്രചാരണമാണ് നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാനില്ലെന്ന തീരുമാനമാണ് ആദ്യം ശിവൻകുട്ടി എടുത്തത്. ഇത്തവണ നേമത്ത് മത്സരിക്കാൻ ഇല്ലെന്നായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ പിന്നീട് മന്ത്രി തന്നെ
ഇക്കാര്യം തിരുത്തുകയായിരുന്നു. നേമത്ത് മത്സരിക്കുമെന്നോ ഇല്ലെന്നോ താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ചിലർ ഇതിൽ മനഃപൂർവ്വം ആശയക്കുഴപ്പം ഉണ്ടാക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്കെതിരെ MV ഗോവിന്ദൻ രംഗത്തെത്തിയതാണ് പ്രസ്താവന പിൻവലിക്കാൻ കാരണം. BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇടതുമുന്നണിയുടെ അധികായനായ V ശിവൻകുട്ടി തന്നെ രംഗത്തിറങ്ങണമെന്ന് CPM ഉറപ്പിക്കുന്നതിനിടയിലാണ് V ശിവൻകുട്ടിയുടെ നേമത്ത് മത്സരിക്കാനല്ല എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് കരുത്തരായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് ഇടതുമുന്നണിക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. മത്സരിക്കില്ലെന്ന് പറയുമ്പോഴും പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ശിവൻകുട്ടി വീണ്ടും മത്സരിച്ചു. പരസ്യമായി മത്സരിക്കില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞതോടെ പാർട്ടി എന്ത് തീരുമാനമെടുക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കിയത്. മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നേമത്ത് മത്സരിക്കില്ല എന്നും ഉണ്ടെന്നും പറഞ്ഞതൊന്നും ശരിയല്ല. സീറ്റ് നിർണയത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നേമത്ത് മത്സരിക്കാനില്ല എന്ന V ശിവൻകുട്ടിയുടെ തുറന്നു പറച്ചിൽ തലസ്ഥാന CPMൽ ഉണ്ടാക്കിയത് വലിയ ആശയക്കുഴപ്പമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടി എന്ന് പിന്നീട് തിരുത്തിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വലിയ ചർച്ചയായി. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് നേമം. ഇവിടെ നേരത്തെ തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തിറങ്ങി. നേമത്ത് ശിവൻകുട്ടിയല്ലാതെ മറ്റാര് CPMന് ഒരു സംശയവുമില്ലെന്നിരിക്കെയാണ് മത്സരിക്കാൻ ഇല്ലെന്ന പ്രഖ്യാപനം വന്നത്. മത്സരത്തിന് ഒരുക്കാൻ അനൌദ്യോഗിക നിർദ്ദേശം പാർട്ടി നൽകിയിട്ടും ചുമതലക്കാരെ റോസ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി മന്ത്രി മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നേമത്തെ വോട്ടർമാരുടെ SIR നടപടി ക്രമങ്ങളിലൊക്കെ മന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ സജീവമായി തന്നെ ഇടപെട്ടു. BJPയുമായി മത്സരം ഭയന്ന ഇടത് നേതാക്കൾ കൂട്ടത്തോടെ പിന്മാറുമെന്നും അതിന്റെ തുടക്കമാണ് ശിവൻകുട്ടി പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വരെ ഏറ്റുപിടിച്ചതോടുകൂടിയാണ് അബദ്ധം മനസ്സിലാക്കി മണിക്കൂർ ഒന്ന് തികയും മുമ്പേ മന്ത്രി തിരുത്തിയത്. യഥാർത്ഥത്തിൽ ഇതാണ് സത്യം. BJPയെ ഭയന്നാണ് CPM നേതാക്കൾ ഒളിച്ചോടുന്നത്. നിയമം പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. കോൺഗ്രസിന്റെ വോട്ടുകളിൽ വലിയൊരു വിഭാഗം BJP വോട്ടുകളായി മാറിയിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. UDF ഘടകകക്ഷിയായിരുന്ന JDUവിനായിരുന്നു 2011ലും 2016ലും നേമത്ത് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. 2 തവണയും LDF വിജയിച്ചു. ഓരോ തവണയും BJP വോട്ട് വർദ്ധിക്കുകയും UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. 2016ൽ O രാജഗോപാൽ വിജയിച്ചപ്പോൾ രണ്ടാമതെത്തിയത് CPM നേതാവ് V ശിവൻകുട്ടിയാണ്. വോട്ടുകൾ നഷ്ടപ്പെട്ടത് മുഴുവൻ കോൺഗ്രസിനായിരുന്നു. തകർന്ന അവസ്ഥയിൽ നിന്നാണ് കോൺഗ്രസിനെ രക്ഷിക്കാൻ K മുരളീധരനെ പാർട്ടി നേമത്തേക്ക് നിയോഗിച്ചത്. 2019ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പിന്നോട്ട് പോയ മണ്ഡലമാണ് നേമം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ പിന്തള്ളി മണ്ഡലത്തിലെ BJP മുന്നിലെത്തി. ഈയൊരു സാഹചര്യത്തിലായിരുന്ന മുരളീധരന്റെ വരവ്. എന്നാൽ ഇക്കുറി മുരളിയും ഒളിച്ചോടിയിരുന്നു. നേമം BJP പിടിക്കുമെന്ന് ഇടത് വലത് മുന്നണികൾ ഉറപ്പിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് തീർത്തും ആരോഗ്യമില്ലാതെയാണ് ആറന്മുളയിൽ നിന്ന് വരുന്നത്. അവർ 3ാം തവണയും ജനവിധി തേടുന്നു എന്ന നിലയിൽ പ്രത്യേകതയുള്ളതാണ് ആറന്മുള മണ്ഡലം. ഓർത്തഡോക്സ് വിഭാഗത്തിനും ഹിന്ദു വിഭാഗത്തിനും ഏറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസിനായി അബിൻ വർക്കിയാണ് രംഗത്ത്. മുതിർന്ന BJP നേതാവ് മുൻ അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ ഇത്തവണ മത്സരിക്കുന്നത് അവരുടെ A ക്ലാസ് മണ്ഡലമായ ആറന്മുളയിലാണ്. ക്ഷേത്ര പ്രത്യേക ഗ്രാമമായ ആറന്മുളയുടെ പേരിലുള്ള മണ്ഡലത്തിലാണ് പത്തനംതിട്ട നഗരവും ഉൾപ്പെടുന്നത്.